ഇതൊരു ടെസ്ല കോയിലാണ്. നോർമൽ ടെസ്ല കോയിൽ അല്ല, ഡുവൽ റെസൊണൻസ് സോളിഡ് സ്റ്റേറ്റ് ടെസ്ല കോയിൽ. ഒരു SSTC ആണ്, സോളിഡ് സ്റ്റേറ്റ് ടെസ്ല കോയിലാണ്. നമ്മൾ പവർ ഇലക്ട്രോണിക്സ് വെച്ചിട്ടാണ് ഇതിൻ്റെ വർക്കിംഗ് മൊത്തം. അപ്പം ടെസ്ല കോയിൽ ബേസിക്കലി ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. സ്റ്റെപ്പ് അപ്പ് ഇത് 20th സെഞ്ചുറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഫേമസ് ഇൻവെൻറ്റർ നിക്കോള ടെസ്ല കണ്ടുപിടിച്ച ഒരു ഡിവൈസാണ്, ഇലക്ട്രിസിറ്റി വയർലെസ്ലി ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് ഒരു ട്രാൻസ്ഫോമറാണ്, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറാണ്. ലോ വോൾട്ടേജിനെ വെരി ഹൈ വോൾട്ടേജ് ആക്കാൻ പറ്റും. പക്ഷേ ഒരു നോർമൽ ട്രാൻസ്ഫോമറിന് ലോ വോൾട്ടേജ് സൈഡിൽ ലെസ് നമ്പർ ഓഫ് ടേൺസ് ആൻഡ് ഹൈ വോൾട്ടേജ് സൈഡിൽ ഹയർ നമ്പർ ഓഫ് ടേൺസ് ആണ് ഉണ്ടാവുക. അതാണ് വർക്കിംഗ് പ്രിൻസിപ്പൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. അത് സിമ്പിളാണ്. പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെ ആ കണ്ടീഷൻ മാത്രം അച്ചീവ് ചെയ്താൽ പോരാ, നമുക്കിവിടെ റെസൊണൻസ് എന്ന് പറഞ്ഞ ഫിനോമിനൻ അച്ചീവ് ചെയ്യണം. റെസൊണൻസ് ഇസ് വെരി കെയോട്ടിക്. അത് ഫിസിക്സിലെ വൺ ഓഫ് ദി മോസ്റ്റ് കെയോട്ടിക് ഫിനോമിനൻ ആണ്. അപ്പം റെസൊണൻസ് നമ്മൾ ലേമൻസ് ടൈംസിൽ പറയുകയാണെങ്കിൽ നമ്മളൊരു ഊഞ്ഞാൽ ആട്ടുന്ന സമയത്ത് ആ ഊഞ്ഞാലിന് ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ പുഷ് ചെയ്താൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൂടി പോവുള്ളൂ. അപ്പം അതിന് കാരണം എന്താ വെച്ചാൽ നമ്മൾ അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയിലാണ് പുഷ് ചെയ്യുന്നത്. അത് നമ്മൾ മെക്കാനിക്കൽ ടേംസിൽ എക്സ്പ്ലെയിൻ ചെയ്യാം, നമുക്ക് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ആ സെയിം പ്രിൻസിപ്പിൾ നമ്മൾ ഇലക്ട്രിക്കൽ ഡൊമൈനിലേക്ക് അപ്ലൈ ചെയ്യുമ്പം ആ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് ഇത് വർക്ക് ആവുന്നത്. അപ്പം നമ്മളിത് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഈ സെക്കൻഡറി പാർട്ടിനും ഇത് പ്രൈമറി പാർട്ടാണ്, ഇതിന് രണ്ടിനും ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളൊരു പർട്ടിക്കുലർ നാച്ചുറൽ ഫ്രീക്വൻസി വെച്ചിട്ടാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഊഞ്ഞാലിൻ്റെ കേസിൽ നമ്മളാണ് ആ ഊഞ്ഞാലിന് പവർ കൊടുക്കുന്നതെങ്കിൽ ഈ കേസിൽ നമ്മളൊരു ഇൻവെർട്ടർ വെച്ചിട്ട് AC സിഗ്നൽസ് ആണ് കൊടുക്കുന്നത്. അപ്പം ഈ ഊഞ്ഞാലിൻ്റെ കേസിലാണെങ്കിൽ ലെസർ ഹേർട്സ് ആയിരിക്കും. പക്ഷേ ഇവിടെ ഹേർട്സിൻ്റെ റേഞ്ച് 100 kHz ഒക്കെയാണ്. അപ്പം ആ 100 kHz നമ്മളൊരു AC പവർ ഇതിന് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഈ ഫുൾ സിസ്റ്റം ഇതിനെ നാച്ചുറൽ ഫ്രീക്വൻസിയിൽ ഓസിലേറ്റ് ചെയ്ത് റെസൊണൻസ് അച്ചീവ് ചെയ്യും. അപ്പം നമുക്ക് വെരി ഹൈ കറണ്ട് ഈ പാർട്ടിലും വെരി ഹൈ വോൾട്ടേജ് ഇവിടെയും അച്ചീവ് ചെയ്യാൻ പറ്റും, ഡ്യൂ ടു വെരി ഹൈ എനർജി ട്രാൻസ്ഫർ ഡ്യൂ ടു റെസൊണൻസ്. അപ്പോൾ നമ്മൾ ഈ ട്രാൻസ്ഫർ ചെയ്ത എനർജിയൊക്കെ നമ്മൾ ഇതൊരു കപ്പാസിറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അലുമിനിയം കൊണ്ട് ഉണ്ടാക്കിയ ടോപ്പ് ലോഡാണ് ഇവിടെ സ്റ്റോർ ചെയ്യും. ആ സ്റ്റോർ ചെയ്ത എനർജിയൊക്കെ നമുക്ക് ഡിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ പൊട്ടൻഷ്യൽ ഒരു ചെറിയ ടിപ്പ് കൊടുത്താൽ മതി. ആ ടിപ്പിൽ വെരി ഹൈ പൊട്ടൻഷ്യൽ ഉള്ളത് കൊണ്ട് അതിൻ്റെ സൈഡിൽ കൂടെ എയറൊക്കെ അയണൈസ് ചെയ്ത് പൊട്ടിത്തെറിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് വിഷ്വലി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഹൈ വോൾട്ടേജ്. പിന്നെ ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത് കൊണ്ട് നമ്മളെ സ്കിന്നൊക്കെ സ്റ്റാറ്റിക് ചാർജ് അക്യുമുലേറ്റ് ചെയ്യും. അതുകൊണ്ട് ഒന്ന് വിട്ട് നിന്നാൽ നമുക്ക് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഫീൽ ആവില്ല. എല്ലാവരും ഒന്ന് വിട്ട് നിന്നാൽ മതി, ചെറുതായിട്ട്. ഇപ്പോഴില്ല. എക്സിബിഷനൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഇനി അടുത്ത പവലിയൻ ഉണ്ടോ എന്ന് നോക്കണം. ഇവിടെ എന്താണ് 3D പ്രിൻറ്റിങ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജിയുടെ സ്റ്റാളിലേക്കാണ് നമ്മളിപ്പോൾ വരുന്നത്. ഇതിനകത്തുള്ള തന്നെ ഒരു സ്ഥാപനമാണ് കേട്ടോ. കേരളത്തിലെ ഒരേ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് വൈറോളജി. സാർസ് വൈറസിൻ്റെ ഒരു മോഡലാണ്. സിക്ക വൈറസ്, റാബിസ് വൈറസ്. അടുത്ത് നമ്മൾ ISROയുടെ പവലിയനിലേക്കാണ് കയറാൻ പോകുന്നത്. കയറി വരുമ്പോൾ തന്നെ ഒരു വലിയൊരു റോക്കറ്റ്, ഒരു വെഹിക്കിളിൻ്റെ മോഡൽ നമുക്ക് കാണാം. ഇവിടെ ആ സ്യൂട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഫോട്ടോ എടുക്കാം. അതായത് ഒരു മോൻ നിൽക്കുന്നുണ്ടോ? അതെ. ഇത് ISROയുടെ വളരെ നല്ലൊരു പവലിയനാണ്. ഗഗൻയാൻ മിഷനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവിടെ നന്നായിട്ട് തന്നെ അവിടെയുള്ള പുള്ളിക്കാർ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല എന്നല്ല, എടുക്കുന്നത് ശരിയല്ല. ഇതൊക്കെ ഒരു നാഷണൽ സെക്യൂരിറ്റി വരുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ഇത് നിങ്ങൾ വന്ന് തന്നെ കാണുക. ഇത് ഞാൻ ഷൂട്ട് ചെയ്തതുമില്ല, ഷൂട്ട് ചെയ്ത ഭാഗങ്ങളൊന്നും ഇടുന്നുമില്ല. നമുക്ക് അടുത്ത പവലിയനിലേക്ക് പോകാം. ISROയുടെ പവലിയൻ വളരെ നല്ലൊരു പവലിയനാണ് കേട്ടോ. നമ്മൾ ഇന്നോവേറ്റീവായിട്ട് ഇനി ചെയ്യാൻ പോകുന്ന മിഷനുകളെ കുറിച്ചൊക്കെ അവിടെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. കുറേ പവലിയനുകൾ, ഇത് കണക്ക് കുറേ സ്ഥാപനങ്ങളുടെ ഇങ്ങനെയുള്ള പവലിയനുകളുണ്ട്. ഒരു സാധാ ഒരു എക്സിബിഷൻ കാണാൻ പോകുമ്പോൾ നമ്മൾ കാണുന്ന പോലെ കുറച്ചൊരു ടെക്നിക്കൽ സൈഡും കൂടി പറയുന്ന കുറേയധികം സ്റ്റാളുകളാണ് ഇവിടെ ഉള്ളത്.
കുറേയൊക്കെ എം ടി ആണ്. മേഘദൂത് എയർന്ന് പ്യുവർ വാട്ടർ ഉണ്ടാക്കുന്ന മെഷീനാണ്. ശ്രീനേത്ര കണ്ണാശുപത്രി, ഹരിത കേരളം, സുന്ദര കേരളം. ഇവിടെ ചെറിയൊരു ഫുഡ് കോർട്ട് പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഫുഡൊന്നും ഇവിടെ ഒന്ന് കാണാനില്ല. ഇപ്പോൾ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് ഇതിനകത്ത് വന്നിരുന്ന് കഴിക്കാനായിരിക്കും. ഐ പവലിയൻ, അതൊരു ഫുഡ് കോർട്ടാണ്. ഇവിടെ അൻസീൻ അവരൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞ്. അവർ നമ്മുടെ അടുത്ത് നിന്ന് സെപ്പറേറ്റ് ആയി പോയായിരുന്നു. നോക്കട്ടെ ഇവിടെ ഉണ്ടോ എന്ന്. ഞാൻ ഷൂട്ട് ചെയ്ത് നടന്ന സമയത്ത് ഇവരിവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് രസിക്കുക. വിശന്ന് തളർന്നല്ലേ? എത്ര മണിക്കൂറായി? കുറേ അധികം പവലിയനൊക്കെ പോയി കണ്ട് ക്ഷീണിച്ചിഞ്ഞ് ജസ്റ്റ് ഒരു ബ്രേക്ക് എടുക്കണം. ഒന്ന് വീട്ടിൽ പോയി വന്നിട്ട് ഫ്രഷായി വന്നിട്ട് രാത്രിയിലെ കാഴ്ചകൾ കാണാം. അപ്പോൾ അത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഒന്ന് തളർന്നു, ഒന്ന് ഫ്രഷായി വരട്ടെ. ഓക്കെ.